അല്ല നീ എവിടെയാ? ആ നീ തുണി മടക്കി വെക്കുക. അതെ, നീ ഇവിടെ തുണി മടക്കി വെക്കുക. കാര്യം പറയാൻ വേണ്ടിട്ടാ. ഞാനിപ്പോ ചാവടിക്കാൻ വേണ്ടി താഴത്ത് പോയപ്പോ വേറെ ടീം നമ്മുടെ കൂട്ടുകാരനാണ് ഒരു സ്ഥലം കൊടുക്കാണ്ടാന്ന്. സ്ഥലവും വീടും. അപ്പൊ ഞങ്ങൾ രണ്ടാളും വീട് കാണാൻ പോയി. ഞാനും കൂട്ടുകാരനും കൂടെ പോയി. അപ്പൊ കണ്ടപ്പോഴേ അടിപൊളി ഓടിട്ട പെര, പഴയ പെര തന്നെ. എന്നാലും അത്യാവശ്യം 10 സെന്റ് സ്ഥലമുണ്ട്, ഒരു 5-8 തെങ്ങുണ്ട്, കിണർ, എല്ലാ സൗകര്യം ഉണ്ട്, റോഡ് സൈഡും. അപ്പൊ ഞാൻ കണക്കൂട്ടി എന്തായാലും സ്ഥലം വാങ്ങിയിട്ടാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ നമുക്ക് മക്കൾക്ക് എടുക്കാം. അവര് വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മറിച്ച് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കാശ് കിട്ടും. അപ്പോൾ അത് നോക്കിയാലോ എന്നൊരു ആലോചനയിലായിരുന്നു. അവിടെ ചർച്ച ചെയ്ത് ഞാൻ വന്നത്. അപ്പൊ നിന്നോടും കൂടെ ചോദിച്ചിട്ട് എന്താ വേണ്ടത് തീരുമാനിച്ചിട്ട് നമുക്ക് വാങ്ങണമെങ്കിൽ നിന്റെ അഭിപ്രായം ചോദിക്കണമല്ലോ, എല്ലാവരും മക്കളോട് ചോദിക്കണമല്ലോ. അപ്പൊ വാങ്ങിയിട്ടാൽ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ വിൽക്കണം വേണ്ട പറഞ്ഞൊരു നമുക്ക് വിൽക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ ഇരട്ടി പൈസ കിട്ടും. അപ്പൊ നിന്റെ തീരുമാനം എന്ത്, അത് പറയും. അല്ല, നിങ്ങൾ പറയണത് ശരിയാണ്, നല്ല ലാഭം കാര്യം റോഡ് സൈഡൊക്കെയാണ്, ഇത്ര ചുളൂര് വലിയ കിട്ടില്ല. പക്ഷെ നമുക്ക് എന്തിനാ, നമുക്കുണ്ടല്ലോ ഒരു വീട്, ഇനി അതെ നമുക്ക് സ്ഥലമാണ്, അതാണ് ഞാൻ പറയുന്നത്. അതല്ലടി, നമുക്കിപ്പോ ഒരു മകനാണെങ്കിലും അവർക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വേറെ താമസിക്കണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ വീട് താമസിച്ചൂടെ, അങ്ങനെ ചെയ്തൂടെ? അതിപ്പോ അവർക്ക് വേണ്ട, താല്പര്യം ഇല്ല എന്ന് കണക്കുപിടിക്കും. നമുക്കത് മറച്ചു കൊടുക്കുകയാണെങ്കിലും അതൊരു കാശ് തന്നെയല്ലേ. 2 ഗുണവും നല്ല ഗുണമാണ്. അത് നീ തീരുമാനിക്കും. ഇപ്പൊ 2 എങ്ങനെയായാലും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും 10-20 ലക്ഷം റുപ്യ എന്തായാലും വരും. നിങ്ങൾ എന്താ പറയണേ? ആകെ ഒരു മോനുണ്ട്, അവനിക്കപ്പൊ വേറെ വീട് വാങ്ങണം നമ്മള്? ഈ വീട് അവനക്കല്ലേ? അത് ശരി, അത് സമ്മതിച്ചു. നമ്മുടെ ഭാവിയിലേക്ക് ഇനി എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്കത് മറിച്ചു വെക്കുകയാണെങ്കിലും നമുക്ക് അതിന് ഇരട്ടി പൈസ കിട്ടില്ലേ? അതാണ് ഞാൻ പറയണത്. അല്ല, നിങ്ങൾ പറയണ ശരിയാണ്. പക്ഷെ ഇത്ര ഇപ്പൊ പെട്ടെന്ന് വന്നാല് 20 ലക്ഷം എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ലല്ലോ. എന്താ ചെയ്യാ, വാങ്ങണം എന്നൊക്കെ ഉണ്ട്, നമ്മുടെ മക്കൾക്ക് വാങ്ങിയിട്ടാ നമുക്ക് നല്ലത് തന്നെയാ. പക്ഷെ പൈസ 20 ലക്ഷം വേണ്ട, അത്ര പൈസ നമ്മളെ കയ്യിൽ ഇല്ലല്ലോ. അതന്നെ ഞാൻ പറയണത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു 10 ലക്ഷം റുപ്യ നുള്ളിപ്പറിക്ക് അങ്ങനെയൊക്കെ നുള്ളിപ്പറിക്ക് കഴിഞ്ഞാല് അത് ഉണ്ടാവും. ബാക്കി മോളുടെ സ്വർണം വെച്ചിട്ട് ഒന്നിനൊക്കെ ചെയ്തിട്ട് അവനോട് പറയും, മോനോട് പറഞ്ഞിട്ടേ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ഇപ്പാടത്ത് ഇത്രയൊക്കെ ഉണ്ട്, ഇനി മക്കളെ നിങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാല് സ്ഥലം വാങ്ങിയിടാം. പിന്നീട് ഭാവിയിലേക്ക് നമ്മുടെ മക്കളെ പോയില്ലെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് തിരിച്ചെടുക്കാം, സ്വർണ്ണം എടുക്കാം, പൈസ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നോട് സംസാരിക്കും. നിങ്ങൾ പറയണത് ശരിയാണ്. അതാണ് ഞാനും പറയുന്നത്, കാര്യത്തിൽ പറഞ്ഞതാണ്. റോഡ് സൈഡാണല്ലേ? റോഡ് സൈഡും നല്ല വണ്ടി പോകാനുള്ള സൗകര്യങ്ങളും ആൾക്കാർ പിന്നെ അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. മദ്രസ, പള്ളി അങ്ങനെയുള്ള അടുത്തൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്, സ്കൂളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണം. മോനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം പോയത്. എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പൊ നിങ്ങളും ഇന്ത്യയൊക്കെ ഊരിയാലും ഒരു 10-ന്റെ ഉള്ളിൽ നമുക്ക് ഒപ്പിക്കാം. ബാക്കി എന്തായാലും സ്വർണ്ണങ്ങളൊക്കെ ഊരി വെച്ചിട്ടല്ലേ, അതിപ്പോ അങ്ങോട്ട് വെച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, ഉണ്ടായിട്ട് തന്നില്ല എന്നൊക്കെ അല്ലേ. അപ്പൊ അത് ഇടാനുള്ളതൊക്കെ ചോദിക്കുമ്പോ ഒന്നും കൂടെ പറയാൻ പറ്റുന്നെങ്കിൽ സ്വർണ്ണം ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞുള്ളൂ, ഇപ്പൊ തന്നെ സ്വർണ്ണം വെക്കണമെന്നൊക്കെ വെച്ച് പറയാ. മോളെ, നമുക്ക് ഇപ്പൊ സ്വർണത്തിന്റെ ഇപ്പൊ ആവശ്യമില്ല, വെറുതെ ഇട്ടെടുക്കല്ലേ, അതിപ്പോ വാങ്ങിയിട്ടാലും അതിന്റെ ഇരട്ടി സ്വർണം നമുക്കത് വിറ്റാലും കിട്ടും എന്ന് നീ മോളോട് പറയണം. ഇട്ടോട്ടെ, ഊരി വെച്ചതൊന്നും ചെയ്യാലോ. അപ്പൊ മോനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ഇനിയിപ്പൊ അവനെന്ത് പറയണാവോ. അവൻ നല്ല കാര്യത്തിനൊക്കെ കൂട്ട്. ശരി, തന്നെ സെറ്റ് മോനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ട ചെയ്യാലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും പേടിക്കാനുള്ള കാശില്ലല്ലോ. ഇനിയിപ്പോ എന്നാ ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. സംസാരിക്കും, ഞാൻ അവിടെ നിൽക്കട്ടാ. എല്ലാം എന്ത് റെഡിയായില്ലേ? വേഗം റെഡിയാ. ഉച്ചക്കത്തെ ഈ ഭക്ഷണത്തിന് എത്തിയില്ല പറഞ്ഞിട്ട് അമ്മായിച്ചതിന്ന് എന്തിനും കേക്കാൻ നിക്കണ്ട, റെഡിയാവ്. റെഡിയാന്ന്. ഞാൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തേക്കാൻ നിക്ക. പിന്നെ അവിടെ എന്റെ കുഞ്ഞിമ്മമാരും കുഞ്ഞിപ്പമാരൊക്കെ നമ്മളെ വിരുന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മന്റെ അടുത്ത് നിന്ന് വന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം എന്തായാലും 2-3 കൂട്ടം ഡ്രസ്സ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയാണ്ട് നമ്മളിങ്ങോട്ട് വിടുവൊന്നുമില്ല. പിന്നെ അവരടുത്തൊക്കെ ചെല്ലണ്ടേ, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ കൂടുതൽ എടുത്തു വെക്കാൻ നിൽക്കായിരുന്നു. 2 ദിവസമൊക്കെ നിക്കണ? എനിക്കാണെങ്കിൽ അവരെ പരിചയമില്ല.
പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നിക്കണം ഒരു ചടങ്ങാ. അതിനങ്ങനെയൊന്നുമില്ല, നമ്മള് പോണം, ഫുഡ് അടിക്കണം, തിരിച്ചു തന്നെ, അത്രേ ഉള്ളു. പിന്നെ അവിടെ അവരെ വീട് എന്നൊക്കെ പറഞ്ഞു കുറെ കുന്നും കാടും അതിന്റെ ഒക്കെ മേലേക്കാണ്, കാണാൻ നല്ല രസാ. അവിടെയൊക്കെ നമുക്ക് കറങ്ങി അടിച്ചിട്ട് എങ്ങനെ വരാലോ. അതല്ല, പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പരിചയപ്പെടുന്ന കുഴപ്പമില്ല, ഒക്കെ സ്വന്തക്കാരനല്ലേ, ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിങ്ങനെ നിക്കണ്ടേ. അതല്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാലേ, ആദ്യമായിട്ട് പോകുമ്പോ എന്തേലൊക്കെ വാങ്ങിക്കൊണ്ടോണ്ടേ. എന്തിട്ട് വാങ്ങിച്ചോണ്ട് പോയപ്പോ അത് വല്ല സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചാൽ ബേക്കറി അങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ മതി. ശരി, ഞാനീ ഉമ്മടുത്ത് പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം. സാരിക്കുട്ടി അപ്പോഴേക്കും ഡ്രസ്സ് മാറിക്കാം. എനിക്ക് പാന്റും ഷർട്ടും മാറ്റേണ്ട ആവശ്യമേ. ഞാൻ അതൊക്കെ പാക്ക് ചെയ്തിട്ട് മാറ്റാം. പാക്ക് ചെയ്ത് വെച്ചോ. ഉമ്മ. ആ മോനെ, ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ലമ്മ, പോവാൻ നിക്കുക. സാരിക്കുട്ടി ഇതാ ഡ്രസ്സ് മാറണം. അവിടെ എത്തുമ്പോ നേരം എന്താവും? ഇല്ല, ഉച്ചക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ എത്തും. ഞാൻ അതിനനുസരിച്ചല്ലേ പോണു. എന്തായാലും പോകുമ്പോ എന്തായാലും ഇത്തിരി നേരത്തെ പോയി മക്കളെ. ഉച്ചഭക്ഷണത്തിന് പോലെ എത്തിയ പോരമ്മ. ഉച്ചഭക്ഷണത്തെ എത്തിയാൽ മതി. ആ നേരെ ഇത്തിരി പോയി അവിടെ പോയിട്ട് വന്ന് അത്ര ദൂരമൊക്കെ പോകല്ലേ, അപ്പൊ ഒത്തിരി നേരത്തെ പോണോ? അല്ലമ്മ, 2 ദിവസമൊക്കെ നിക്കണം എന്ന് പറയണ്ടേ. 2 ദിവസം നിക്കണം, 1 ദിവസം നിന്നാ പോരെ. അവളുടെ കുഞ്ഞുമ്മമാരൊക്കെ വിളിച്ചിട്ടുണ്ട് മോനെ. അന്നാള് വന്നപ്പോ എന്നോട് പറഞ്ഞിട്ട് പോയതാ, പിള്ളേരെ പറഞ്ഞാക്കിയ കുഞ്ഞുമ്മന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും പോയില്ലേ, നിക്കൊന്നും വേണ്ട, ഒന്ന് പോയി ആളെ കാണിച്ചിട്ട് എന്തെങ്കിലും ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പോരെ. എന്തായാലും അമ്മായിയമ്മന്റെ അവിടെ 2 ദിവസം നിൽക്കേണ്ടി വരും. നിന്നോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പത്തൊക്കെ തന്നെ നിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടൊന്നും നിക്കാനൊന്നും പറ്റൂല. എന്തായാലും പോയല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2 ദിവസം നിക്ക്. 2 ദിവസമല്ലേ ഇതേ പറയുന്നത് പോകും. ആ കുഴപ്പമില്ലമ്മ, പോയി നിക്കാം. പിന്നെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം. ഞാൻ ചോദിച്ചപ്പോ സാരിക്കുട്ടി പറഞ്ഞു ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചാൽ മതി. കുറെ വാങ്ങണ അതോ കുറച്ച് മതിയാ? അത് പോകുമ്പോ എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട്, ഫ്രൂട്ട്സ് അല്ലേ ബേക്കറി വാങ്ങിക്കുക. പിന്നെ ഒരു കുഞ്ഞുമ്മമാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിട്ട് പോയാൽ മതി. ഇവിടേക്ക് പോകുമ്പോ ബേക്കറി വാങ്ങിട്ട് വെക്കാം കേട്ടാ. അല്ല മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തുവാ? ഉപ്പ അതപ്പോ പുറത്ത് പോയിട്ട് വന്നിട്ടേ ഒരു കാര്യം പറഞ്ഞു. എന്ത്? അപ്പൊ അത് നിന്നോട് അല്ലെങ്കിൽ പോയിട്ട് വരും, വന്നിട്ട് ഞാൻ സംസാരിക്കാം. ഇല്ലല്ലോ, എന്തിനും പറയേ. എന്തിട്ട് മറച്ചു വെക്കുന്നത്? മറച്ചു വെക്കണമെന്നൊന്നുമില്ല, ഒരു നല്ല കാര്യമാണ്. ആ എന്നാ പിന്നെ ഇപ്പനെ അറിയാലോ. എന്തിട്ടും പറയും. നിങ്ങക്ക് സമയം ഉണ്ടാവൂലല്ലോ. സമയമൊന്നുമില്ല, സാരിക്കുട്ടി ഡ്രസ്സ് മാറാതാവും നിൽക്കുക. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറിയപ്പോ അത് വന്നിട്ടേ ഉപ്പ ഇവിടെ കടയിൽ വെച്ചിട്ട്, സെന്ററിൽ വെച്ചിട്ടേ അവർക്ക് എന്തോ ഭയങ്കര ആസ്പത്രി കേസ് എന്തോ പറഞ്ഞിട്ട് വീട് വിൽക്കണം അത്ര. 9 സെന്റ് 10 സെന്റ് സ്ഥലമുണ്ട്. 9 സെന്റ് എന്നോ 10 സെന്റ് എന്നോ പറഞ്ഞേ. അതിൽ 5-8 തെങ്ങുണ്ട്, റോഡ് സൈഡ്, നല്ല കെട്ടിയ കിണറുണ്ട്. സ്ഥലം ഒരു ഓടിട്ട പേര, 10 സെന്റ് സ്ഥലം, ചെറുക്കനൊരു ഓടിട്ട പേര, ഒരു 8 തെങ്ങൊക്കെ ഉണ്ട് അത്ര. റോഡ് സൈഡാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് അർജന്റ് ആസ്പത്രി കേസ് ആയതുകൊണ്ട് കൊടുക്കണെന്നാ പറഞ്ഞേ. അപ്പൊ ഗഫൂർക്ക നിങ്ങള് മേടിക്കുകയാണെങ്കിൽ മേടിച്ചോളൂ, ഇപ്പൊ മോന് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പൊ ഉപ്പ പറയണേ നല്ല സ്ഥലമാടി, നമുക്ക് വേണമെങ്കിൽ മറിച്ച് വിറ്റാലും കാശായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്റെ സ്വർണങ്ങളും ഭാര്യയിൽ കുറച്ച് കാശിന്റെ അത്ര, എല്ലാം കൂടി ഒരു 10 ലക്ഷം ഉറുപ്പ്യൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പൊ ബാക്കി വേണ്ട 20 ലക്ഷം അത്ര പറഞ്ഞു. ബാക്കി സഫിമോനോട് പറഞ്ഞു നോക്കുന്ന ഉപ്പ പറയണ. എന്നിട്ട് പറയണ ബാക്കി എന്ന് പറയുമ്പോ 10 ലക്ഷം രൂപയാ. അതൊക്കെ എന്റെ പറഞ്ഞ ഇപ്പൊ അല്ലേ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതിന് തന്നെ അള്ളാന്റെ ഒരു കുതിർത്ത് കൊണ്ടാണ് ഒരു കട ഇല്ലാണ്ട് നമ്മൾ ആ കല്യാണം കഴിച്ചത്. അതിന് തന്നെ ഉണ്ടാവില്ല ഒരു 10 ലക്ഷം. ഇത് വീണ്ടും ഒരു 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോ എന്റെ വേണ്ടമ്മ. ഒന്നില്ലെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞ വീടല്ലേ, എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് ഞാൻ ഈ 10 ലക്ഷം ഒക്കെ? ഉമ്മ എന്താ ഇങ്ങനെ ഉപ്പയും ഉമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അതെ മോനെ, നിന്റെ അടുത്ത് ഇല്ലാന്ന് എനിക്കറിയാം. ഉപ്പ ഉദ്ദേശിച്ച് പറഞ്ഞതും നിന്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ നിന്റെ ഭാര്യന്റെ സാരിക്കുട്ടി ഇല്ലേ, അവളുടെ 2 സാരിമാല ഉണ്ടല്ലോ, 5 പവൻ 5 പവന്റെ. ആ 2 സാരി 10 ലക്ഷത്തിനുള്ള സ്വർണം വെക്കുക, ഊരി വെച്ചത്. പിന്നെ അവളുടെ വളയും പാൽസരം അതൊന്നും വേണ്ട, ഇട്ട് നടന്നോട്ടെ. അലിമാറിയിൽ ഊരി വെച്ചത് ഇപ്പൊ 1 2 ആകില്ലല്ലോ. ഇനിയിപ്പൊ എവിടേക്കിടാനാ? അപ്പൊ അത് വെറുതെ അലിമാറിയിൽ ഇരിക്കല്ലേ. ഒരു മുതല് മേടിച്ച ആർക്കാ? നിങ്ങൾക്ക് തന്നെയാ. ഉമ്മയിപ്പം മരിച്ചു പോകുമ്പോ ഉമ്മയിപ്പം കൊണ്ടൊന്നും പോവില്ല. ഞങ്ങൾ എന്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ. ഉമ്മാന്റെയും ഉപ്പാന്റെ കയ്യിലുള്ളതും കൂടി എടുത്തിട്ടാണ് 10 ലക്ഷം തികച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ എൻ്റെ ഒക്കെ പോകും. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു 10 ലക്ഷമാണ് ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാന്. അപ്പൊ നീ അതവളായിട്ട് ഇപ്പോഴല്ല, വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടേ അവിടെ പോയിട്ട് മെല്ലെ ആഴത്തിൽ മതി സംസാരിച്ചിട്ട് അതൊരു കുറച്ചെടുത്തിട്ട് 10 ലക്ഷത്തിനുള്ള ഇത് നീ ഉണ്ടാക്കണം.
എന്നിട്ട് നമുക്കത് മേടിക്കാം മോനെ. വേണ്ടാന്ന് പറഞ്ഞാൽ മറിച്ച് വിറ്റാലും ഇതായി. പക്ഷെ അവള് വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിറ്റുങ്ങാണ്ട് അത് കൊടുക്കാമല്ലോ. സ്വർണ്ണം അതൊക്കെ ഇപ്പൊ എങ്ങനെയാ ചോദിക്കാം. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അധികം പോലും ആയിട്ടില്ലല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ സാലിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അതിൻ്റെ ഇടയിൽ സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കാൻ തന്നെ ഒരു മടിയാകുന്നു. പിന്നെ ഉമ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപ്പാൻ്റെ കയ്യിലും പൈസ ഉണ്ട്, കുറച്ച് പൈസ നമ്മളും ചേർത്തെന്ന് പറയുമ്പോൾ അത് നല്ല വാല്യൂ ആണ്. ഇങ്ങനെ വിലക്ക് നമുക്ക് കിട്ടൂല. എന്താ ചെയ്യണ്ട ഉമ്മ? ചോദിക്കും മോനെ. എന്താ ചോദിച്ചാല് അതൊക്കെ ചോദിക്കുക. അതൊന്നും ആ കുട്ടി അങ്ങനെയൊന്നും പറയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് മോനെ പൈസ? ഉപ്പാന്റെ കയ്യിലുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ലക്ഷത്തിന് ഉപ്പാന്റെ കയ്യിലുള്ളത് എന്റെ സ്വർണ്ണമൊക്കെ കൂടി ഒരു 10. ഇനി ഒരു 10 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ നല്ല സ്ഥലമാണെന്നാ പറയുന്നത്. മറിച്ച് വിറ്റാലടക്കം പൈസ, മറിച്ച് വിറ്റ പൈസ അതന്നെ ഉപ്പ പറയണു. ഉപ്പാക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ചോദിക്കാം. നീ അവളോട് ചോദിച്ചു നോക്ക്. ചോദിച്ചിട്ട് ഊരി വെച്ച സാധനം എടുത്ത് നീ വിൽക്കണ്ട, പണയം വെച്ചാ മതി. നമുക്ക് കുറേശ്ശായിട്ട് എടുക്കാലോ. അപ്പൊ അത് ഞാൻ ചോദിക്കാം, ചോദിച്ചു റെഡിയാക്കാം. എന്നിട്ട് ഞാൻ പറയാം. ഇപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. മോൻ പോയിട്ട് വായോ. എന്തായാലും ഇപ്പൊ നീ അവളോട് പറയണ്ട. ആയത്തില് നീ മെല്ലൊന്ന് പറഞ്ഞത് മതി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞോ. അല്ലാണ്ട് എനിക്ക് ഇനി എനിക്കൊരു പെങ്ങളൊന്നും ഇല്ല, എന്റേതായ ഒരു അനിയനൊന്നും ഇല്ല. എന്റെ ഉമ്മ ഇപ്പൊ ഉണ്ടാക്കണതൊക്കെ നമുക്ക് തന്നെയാന്ന് പറയേ. അവള് പുതിയതല്ലേ, നമ്മളെ പറ്റി ഒന്നും അറിയില്ലല്ലോ. കുഴപ്പമൊന്നും അതൊക്കെ തരും. ഞാൻ ചോദിച്ചാൽ തരും. ഞാൻ പോയിട്ട് വരാം. മോൻ പോയിക്കോ. ശരി ശരി. എന്നാ നീ പോയി പുറപ്പെട്ടോ. നമുക്ക് ഉപ്പാനോട് പറയാന്നാ. ശരി. അതമ്മ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് താഴത്തേക്ക് വരാം. ശരി. ഒന്നുമില്ല അമ്മേ, ചായ കുടിക്കാൻ വിളിക്ക. ഇവിടെ വന്നപ്പോഴാണ് ഒരു സമാധാനം. ഫ്രീ ആയിട്ടിരിക്ക നമ്മുടെ വീട്ടില്. അല്ല, അപ്പൊ നമ്മുടെ വീട്ടിലെന്താ സമാധാനം ഇല്ലേ? അങ്ങനെയല്ല, എന്തായാലും ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഫ്രീ ഒന്നും നിങ്ങളോട് നേരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല, നമ്മള് ഫ്രൂട്ട്സും പാക്കറ്റൊക്കെ ഉമ്മ കൊടുത്തില്ല. അതൊക്കെ ഞാൻ എടുത്തിട്ട് അങ്ങനെ മേശപ്പുറത്ത് വെച്ചല്ലോ. ഉമ്മ എടുത്ത് വെച്ചോളൂ. നിങ്ങളെന്തായാലും ഡ്രസ്സ് മാറ്റി നമുക്ക് ചായ കുടിക്കാൻ പോവാം. സാലിക്കുട്ടി ഒരു മുണ്ടെടുക്ക്. പിന്നെ സാലിക്കുട്ടി ഒരു കാര്യം പറയട്ടെ. എന്തേ? അതെ, ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ഉമ്മയാ? വീട്ടിലും എന്ത് പറഞ്ഞു? അതെന്താ വെച്ചാല് ഒരു സ്ഥലവും പറമ്പ് കണ്ടിട്ടത്രേ. നല്ല സ്ഥലവും വീടൊക്കെ ആയിട്ടുള്ള അടിപൊളി ഫ്ലോട്ടാണ് അത്രേ. നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഉപ്പയെ പറഞ്ഞത്രേ. പക്ഷെ അവർക്ക് എന്താ അത്യാവശ്യം ഒരു 20 ലക്ഷത്തിന് വേഗം കൊടുക്കുന്നുണ്ടായിരുന്നു. ഉപ്പ നോക്കിയപ്പോ പോയി നോക്കി സംസാരിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു 10 ലക്ഷം രൂപ അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഒരു 10 നമ്മളെ കൊണ്ട് അറേഞ്ച് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നമ്മളെന്ത് ചെയ്യാനാ? ഇത്രയും പൈസ പെട്ടെന്ന് ഇപ്പൊ സെബിക്ക പറഞ്ഞ നമ്മളെന്ത് ചെയ്യാനാ? നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞവരല്ലേ. ഉമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഉമ്മാൻ്റെ പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൈസ ഇല്ല, ആ പൈസ എടുത്തിട്ടല്ലേ കല്യാണം കാര്യങ്ങളൊരു കടയില്ലാണ്ട് തീർത്തത്. ഉമ്മ പറഞ്ഞ് സാലിക്കുട്ടീൻ്റെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ വിട്ട് നടക്കുന്നത് വേണ്ട, ഊരി വെച്ചിട്ടുള്ള വലിയൊരു മാല ഉണ്ടല്ലോ, എന്തോ ഒരു മാല, അതുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ച് നമുക്ക് ആ സ്ഥലവും ഇത് വാങ്ങിച്ചിട്ടാലേ പിന്നീട് ആയാലും നമുക്കത് മറിച്ച് കിട്ടാൻ നല്ല പൈസയാണ്. എന്തെങ്കിലും ചോദിച്ചു നോക്ക്, വാങ്ങിക്കെന്ന് പറഞ്ഞു ഉമ്മ. ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന കാരണം പിന്നെ സംസാരിക്കാൻ പറ്റില്ല. അതെവിടെ എത്തിയപാടൊന്നും സംസാരിക്കണേ. ശ്രമിക്കാൻ ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കരുത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 ആഴ്ച കഴിച്ചായിട്ടില്ല. ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഇപ്പോ പെട്ടെന്ന് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് വിറ്റിട്ട് സ്ഥലം വാങ്ങാന്നൊക്കെ പറഞ്ഞ ആരെ സമ്മതിക്കാം? അതുപോലെ എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു അവസരത്തിൽ പെട്ടെന്ന് ഇപ്പൊ സ്ഥലം വാങ്ങിയിട്ടിപ്പോ വേറെ വീട് വെക്കാം, അങ്ങനെ ആ ഒരു പ്ലാനിങ് ഒക്കെ ഇപ്പൊ എന്തിനാണ്? അതിന്റെ ഒക്കെ ആവശ്യമുണ്ടാ? എല്ലാ സ്ഥലക്കുട്ടി ആ വീടും സ്ഥലമൊക്കെ ആ വിലക്ക് കിട്ടണ എന്തോ ഭാഗ്യ. അവർക്ക് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അത്ര കൊടുക്കുന്നത്. ഉപ്പ അറിഞ്ഞ കാരണം ഉപ്പ പോയി നോക്കിയിരിക്കുന്നു. 20 ലക്ഷത്തിനൊക്കെ നല്ല ലാഭമാണ്. 10 ലക്ഷം രൂപ ഉപ്പ എങ്ങനെയാലും ഒപ്പിക്കാന്ന് പറഞ്ഞില്ലേ. ഉമ്മാന്റെ സ്വർണ്ണമൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഉപ്പ അത് ഒപ്പിക്കണത്. ബാക്കി 10 ലക്ഷം നമുക്ക് എങ്ങനെയൊക്കെ ഒപ്പിച്ചാൽ അത് നമുക്ക് താമസിക്കാനോ ഒന്നിനല്ല, നമുക്ക് ആർക്കോ റെന്റിനോ നമ്മുടെ ആവശ്യങ്ങൾക്കോ പിന്നീട് മറച്ചു വിട്ടാലും പൈസയായി. പക്ഷെ ആ 10 ലക്ഷം നമ്മൾ ഒപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. അതാ ഞാൻ പറയണത് സാലിക്കുട്ടിൻ്റെ അടുത്ത്. ശ്രദ്ധിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പോലത്തിന് എനിക്ക് എൻ്റെ വീട്ടുകാരോട് ചോദിക്കാണ്ട് ഇങ്ങനെ പൈസ തരാനോ സ്വർണം പണയം വെക്കാനോ വെക്കാനൊന്നും തരാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളത് എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷയമല്ല.
എന്തപ്പോ നല്ല കാര്യം? എന്തിനപ്പോ അതിന്റെ ആവശ്യം? എനിക്ക് ഉണ്ടാവില്ല. എന്റെ വീട്ടുകാർ എന്തിനാ എനിക്ക് സ്വർണ്ണം തന്നു? അത് എനിക്ക് ഇട്ട് നടക്കാൻ തന്നതാ, അല്ലാണ്ട് ഇപ്പൊ നീ കല്യാണം. ഇട്ട് നടക്കാനാണോ അത്രയും വലിയ മാല നിനക്ക് തന്നിരിക്കുന്നത്? നീ അലമാരിൽ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്? അതവിടെ ഇരുന്നോട്ടെ, അതിനിപ്പോ സെബിക്കാക്ക് എന്താ? അത് ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ എന്താ ചോദിച്ചാ, ആ മാല ഒന്ന് കാട്ട്, നമുക്ക് സ്ഥലം വാങ്ങാനല്ലേ, അല്ലാണ്ട് അത് കൊണ്ടുപോയിട്ട് വിറ്റ് നമ്മളിപ്പോ സ്ഥലം നശിപ്പിക്കാനല്ലല്ലോ. മേടിച്ചിട്ട് എന്താ ചെയ്യാൻ പോണ്? ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും തികയാത്ത നമ്മളാണോ സ്ഥലം മേടിക്കേണ്ടത്? സ്ഥലം വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞ് പിന്നീട് മറിച്ച് വിറ്റാൽ ഇതിനെ പോലെ 2 മാല വാങ്ങിക്കുക. നീ എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഒന്നാമത് മൂത്തവരൊക്കെ ചോദിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് അവരുടെ ഇല്ലാന്ന് പറയില്ലേ? നിന്റെ അടുത്ത് സ്വർണ്ണമുള്ള എനിക്കറിയില്ല കാരണല്ലേ അതൊന്നും. ഒന്ന് ഹെൽപ്പ് പോലെ ചോദിക്കുന്നത്. അതെന്ത് ഇത്രമാത്രം ഉമ്മാനടുത്തും ഉപ്പാനടുത്തും ചോദിക്കണം എന്ന് പറയണത്? ശരി, നിങ്ങള് പറയണില്ല, ഞാൻ വീട്ടുകാരോട് സംസാരിക്കട്ടെ. വീട്ടുകാർക്ക് ചോദിക്കേണ്ട അവരല്ലേ ആവശ്യമില്ല. എനിക്ക് തന്ന മുതൽ ഞാൻ എടുക്കും. എന്തിനാ നീ വീട്ടുകാരുടെ ചോദിക്കേണ്ട ആവശ്യം? അത് ശരി, അവരല്ലേ എനിക്ക് തന്ന്, അപ്പോഴല്ലേ നിങ്ങൾക്ക് ആയത്. ഇതിപ്പോ എന്താ നല്ല കഥയായല്ലോ. എന്റെ സ്വർണം വിറ്റിട്ട് ഇപ്പൊ സ്ഥലം വാങ്ങേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല, മനസ്സിലായില്ലേ? ഓഹോ, നീ ഇത് രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ എന്റെ അടുത്ത് നിൽക്കണത്? നിന്റെ വീട്ടുകാരടുത്ത് ചോദിക്കണം അല്ലേ? ഈ വീട്ടിൽ കയറി വന്നപ്പോഴാണല്ലോ നിന്റെ നാവൊന്ന് പൊങ്ങണത്. വല്ലാണ്ട് സംസാരിക്കണ്ട. എന്താ വീട്ടുകാരുണ്ട്, ഉമ്മ ഉപ്പുണ്ട് എന്നുള്ള ധൈര്യത്തിലാണോ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം തരിക ആവശ്യത്തിനല്ലേ, അല്ലാണ്ട് കൊണ്ട് നശിപ്പിച്ച് കളയാനൊന്നല്ലല്ലോ. ഞാനിപ്പോ ഇവിടെ വന്ന് നിലവിളിച്ച് സംസാരിക്കുന്നല്ല. ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മറുപടി ഇങ്ങനെയായിരിക്കും. ഏത് പെൺകുട്ടി സമ്മതിക്കാന്ന് പറഞ്ഞേ? ആരും സമ്മതിക്കില്ല. എനിക്ക് എന്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കാണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവും പണമൊന്നും തരാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. മതിയായിക്കത്തിന്റെ വർത്താനം. വീട്ടിൽ വന്നപ്പോ അവർ കേക്കട്ടെ എന്ന് പറഞ്ഞാണ് എത്ര ഓളിയിട്ട് സംസാരിക്കുന്നത്. അതെ, ഞാൻ അവര് കേട്ടിട്ട് എന്റെ വില ഇവിടെ പോണ്ട. നിന്റെ എങ്ങനെ സ്വർണം വാങ്ങണമെന്ന് എനിക്കറിയാം, മനസ്സിലായില്ലേ? 2 ദിവസം നിൽക്കണമെന്നുണ്ടല്ലേ ഇങ്ങോട്ട് വന്ന്? 2 ദിവസം നിൽക്കണ്ട, നാളെ രാവിലെ തന്നെ പുറപ്പെട്ടോ. വീട്ടിൽ പോയിട്ട് ഇതിനെ ഞാൻ ശരിയാക്കി തരാട്ടാ. നിങ്ങൾ എന്തിനാ കടന്നിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞു. എന്റെ ഉപ്പയും തന്ന സ്വർണ്ണം തന്നെയല്ലേ, അവരോട് ചോദിക്കാണ്ട് എങ്ങനെ ഞാൻ തരിക? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാക്കി തരാം. ഓരോരോ വർത്താനങ്ങൾ. ആ അമ്മ ഓ, വന്നപ്പോ തൊട്ട് നോക്കണു. എന്താ സാരിക്കുളിയുടെ മുഖം കപ്പുന്നുണ്ട്, ഒരു തെളിമാനവും ഇല്ല, മിണ്ടണവും ഇല്ല. വന്നപ്പോ തൊട്ട് ഒരു ഇതുപോലെ കാണിക്കുന്നുണ്ട്. എന്താ ഇത്? 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയി, വേഗം വരികയും ചെയ്ത്. എന്താ പറ്റി? ഒന്നും പറയണ്ട അമ്മ. മറ്റേ കാര്യം ഞാൻ ചോദിച്ചു, അതൊന്നും ശരിയാവില്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോഴേ അവരെ വീട്ടിൽ പോയപ്പോ ഭയങ്കര നാവ്. നമ്മളെ വീട്ടിൽ അങ്ങനെ സംസാരിക്കാറുണ്ടാ? എനിക്കങ്ങനെ ദേഷ്യം പിടിച്ചു വന്നതാ. വല്ലാണ്ട് ഓടിയിട്ട് സംസാരിക്കണമെന്ന് അവരങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ അടുത്ത് പറയാ ഉമ്മാനത്ത് ഉപ്പാനത്ത് ചോദിക്കാണ്ട് തരാൻ പറ്റില്ലാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞിട്ട് ആകെ വഴക്കായി. അതാണ് 2 ദിവസം നിൽക്കാണ്ട് 1 ദിവസം കൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അത് കിട്ടുമെന്ന് തോന്നുന്നില്ലമ്മ. എന്താ ചെയ്യേ? നീ എന്ത് വർത്താനാ പറയണേ? അവളങ്ങനെ തരില്ല എന്ന് പറഞ്ഞാ എന്താ? അവൾക്ക് ഉമ്മാക്കും പാപ്പാക്കും അപ്പൊ എന്നെ വിശ്വാസമില്ല അവൾക്ക്? ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ പറയാ? ഊരി വെച്ചിരിക്കുന്ന സാധനമല്ല അത്. തായോ ഇട്ട് നടക്കണമെന്ന് വേണ്ട. അലമാരിൽ വെറുതെ വെച്ചിരിക്കല്ല. അത് കാറ്റെന്ന് പറഞ്ഞ ഒരേ വാശി. ഉമ്മാർത്ത് ഉപ്പാർത്ത് ചോദിക്കുന്ന അവര് തന്ന മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം വെക്കുക. അതെങ്ങനെ അവര് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം കൂടി 2 കൊടുക്കാനൊക്കെ തോന്നി. അതെ, അവൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കും കൂടി ഉള്ളതാ. നീയില്ലാണ്ടൊന്നും അവരുപ്പയുമേ അവൾക്ക് കൊടുത്തില്ലല്ലോ. നീയൊരു ഭർത്താവ് ആയതുകൊണ്ടല്ലേ അവർക്ക് നിങ്ങളെ മോൾക്ക് ഇത്രയെന്ന് പറഞ്ഞിട്ടത്. അത് ഭർത്താവിനും തുല്യം തന്നെയാ. നീ തിന്നാനൊന്നും അല്ലല്ലോ ചോദിക്കണേ. അതോ അത് വാങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ടൂർ പോകാനോ ജാലി അടിക്കാനോ അല്ല. സ്ഥലം നല്ല ചുളിവിൽ കിട്ടിയപ്പോൾ അത് മേടിച്ചിടാന് ഞങ്ങൾ 10 ലക്ഷം ഉറുപ്പ്യ എടുക്കണില്ലേ? ഇത് ആർക്കത് മേടിക്കണേ? അപ്പൊ ആ പെൺകുട്ടിക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ പറഞ്ഞ പെൺകുട്ടി. നീ ചോദിച്ചില്ല? അതെ, നീ ഒരുപാട് തൂക്കി തലയിൽ വെക്കണ്ട. കല്യാണം കഴിഞ്ഞതും തൊട്ട് കാണിക്കുന്നുണ്ട്. നീ അങ്ങനെ അവളെ ഇങ്ങനെയല്ലേ കൊണ്ട് നടക്കണേ? നിനക്ക് ഇങ്ങനെ ഇനിയും ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല മോനെ. മരണം വരെ എത്തണം. അപ്പൊ ഒരു ലിമിറ്റില് ഭാര്യ സ്നേഹം വേണം, എല്ലാം വേണം. അതുപോലൊരു പേടിയും വേണം. അതാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞ അവള്. ഞാൻ ചെന്ന് ചോദിക്ക തരാൻ പറ്റില്ല. അമ്മയുടെ അനുവാദം ഉപ്പാടത്തെ അനുവാദം. ഉമ്മാന്റെ ഉപ്പാന്റെ അനുവാദം ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. അതെ, 10-30-35 പവന്ന് പറഞ്ഞ് ഇന്നേ വരെ അത് എന്താണ് സാധനം, എത്ര പവനുണ്ട് പോലും നാം വാങ്ങി നോക്കിയിട്ടില്ല. നമുക്ക് വിശ്വാസമുണ്ട് അവർ ചെയ്തിട്ടുണ്ടാവുന്നു.
അപ്പം അങ്ങനെയുള്ളവർക്ക് ഇന്ന് ഞാൻ ആ സ്വർണ്ണങ്ങളൊക്കെ മേടിച്ചിട്ട് നാളെ കൊണ്ടുപോയി ഞാൻ തൂക്കി നോക്കിയിട്ട് നാം വെക്കും, എന്താ ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ അവൾക്ക് സ്വർണം വേണം വേണ്ടാന്ന് പറഞ്ഞാൽ വാശി പിടിക്കുകയാണെ ആ സ്വർണം അവളെയും കൊണ്ട് നാളെ വിട്ടു കൊടുക്കും. ഞാൻ ചെന്ന് ചോദിക്കാന്ന്, എന്തേ പേടിയുണ്ടോ നിനക്ക്? എനിക്ക് എന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോനെ അവൾക്ക് എന്താ വിശ്വാസം ഇല്ലേ? നിന്റെ മോനെ വിശ്വസിച്ച് അവർ കല്യാണം കഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിക്ക് ഒരു കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് ആ സ്ഥലം വാങ്ങാനല്ലേ, അവിടെ നിങ്ങൾക്ക് തന്നെ അല്ലേ. അതാ നിനക്ക് താഴെ ഒരു പെങ്ങളുണ്ടാ? എന്ത് ഞങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് തന്നെ അത്. ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടൊന്നും പോകില്ല. സാരിക്കുട്ടി, വാതിലടിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നീ ഇങ്ങോട്ട് വന്നേ, പുറത്തേക്ക് തുറക്കേ. വന്ന നേരം കൊണ്ട് അല്ല, ഈ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്തൊട്ട് വാതിലടിച്ചിട്ട് റൂമിൽ എന്താ ചെയ്യണ നീ അവിടെ? ഒന്നുമില്ല, ഞാൻ ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. മുഖം കയറ്റി പിടിച്ചിട്ട് വന്നപ്പോ തൊട്ട് നോക്കണ്ടല്ലോ. എന്ത് തുണി മടക്കണേ? വീട്ടിൽ നിന്ന് വന്നപ്പോ തൊട്ട് വാതിലടച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ മോന്തൊക്കെ കയറ്റി പിടിച്ചിട്ട് ഇരിക്കണ്ടല്ലോ. എന്താ എത്രമാത്രം ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ മോന്തൊന്നും കയറ്റി പിടിച്ചിട്ടില്ലമ്മ. ഞാൻ ഈ തുണികൾ മടക്കി വെച്ചിട്ട് അടുക്കളക്ക് വരാന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അപ്പോഴേക്കും ഉമ്മ വന്ന് ചൂടായ ഞാൻ എന്ത് ചെയ്യാ? അല്ല, എന്റെ മോനൊരു കാര്യം പറഞ്ഞു നിന്നോട്. അപ്പൊ നീ എന്താ അവനോട് വല്ലാണ്ട് ചാടി കയറി വർത്താനം പറഞ്ഞെന്നൊക്കെ പറയുന്നത്? ഇവിടെ വെച്ച് ഒന്നും മിണ്ടില്ല, നീ അവിടെ പോയപ്പോ വല്ലാണ്ട് നാവൊക്കെ നീണ്ടെന്ന് പറയണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇക്ക എൻ്റെ അടുത്ത് സ്വർണത്തിന്റെ കാര്യങ്ങളും സ്ഥലം വാങ്ങണം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലായതുകൊണ്ട് വീട്ടുകാരോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതിന് ഇക്കാക്ക് ദേഷ്യം വന്നു. ഇനി ഞാൻ വീട്ടുകാരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്ക് തന്നു പറഞ്ഞാൽ നിനക്കും നിന്റെ കെട്ടിയവർക്കുള്ളതാണ്, നിനക്ക് മാത്രമൊന്നല്ല. അതിനറിയാതെ അവനിക്കും ഉണ്ട്. തന്നെ കല്യാണം കഴിച്ചോണ്ടെന്ന് നിന്റെ കെട്ടിയാലും നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസക്കുറവൊന്നും അല്ല. നിന്റെ കെട്ടിയെ കൊണ്ടൊരു ഫുഡ് അടിക്കാനോ അല്ലാണ്ട് നമുക്ക് വല്ല പാർക്ക് കാണാനോ സിനിമ കാണാനോ അല്ല. നല്ല സ്ഥലം നല്ല വലുതിൽ കിട്ടിയപ്പോ നമുക്ക് മേടിക്കാന്ന് മാത്രം. അപ്പൊ അവനോടും കൂടി ഒന്ന് സംസാരിച്ച് നോക്ക് പറഞ്ഞപ്പോ അവൻ ഇങ്ങനെ ഇല്ലാത്ത അറിയാലോ. പഴവായി ബാക്കി കാശുണ്ട്, കുറച്ച് പൈസ വേണം. അപ്പൊ എന്തെങ്കിലും ഊരി വെച്ച സാധനം കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഒരു പൊരുൾ വാങ്ങുന്നത് ആർക്കാണ്? ഒറ്റ മോനെന്നെ ഉള്ളൂ. നമുക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെയാ, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചേർത്തുന്നതാ. സമ്മതിച്ചു. ഉമ്മ പറയണതിലൊക്കെ കാര്യമുണ്ട്. ഇക്ക പറഞ്ഞു വന്ന രീതി ഇങ്ങനെയൊന്നും. അതെ, എനിക്കൊന്നും പറയണ്ട. ആ സ്വർണ്ണപ്പെട്ടിന്റെ അടുത്ത് ഇങ്ങോട്ട് എടുക്ക് നോക്കട്ടെ. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതെ, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന് 3-ന്റെ അന്ന് കൊണ്ടുപോയിട്ട് അമ്മായിമ്മ കൊണ്ടുപോയിട്ട് സ്വർണ്ണ കടയിൽ കൊണ്ടുപോയിട്ട് തൂക്കം നോക്കും. 10-35 പവന്ന് പറഞ്ഞു. ഇന്നേ വരെ എന്താ ഉള്ളത്, എങ്ങനത്തെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഞാൻ ചോദിച്ചത് എന്നോട്? ആ സ്വർണ്ണപ്പെട്ടിന്റെ അടുത്ത് നാളെ കൊണ്ടുപോയിട്ട് എനിക്ക് തൂക്കം നോക്കണം, അതിൽ എത്രയുണ്ടെന്ന്. ഉമ്മ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഇക്കാന്റെ അടുത്ത് തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്ക ഇനിയിപ്പോ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അവര് പറഞ്ഞപ്പോ ഞാൻ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു. അതിന് ഇപ്പോ ഉമ്മ ഈ സ്വർണത്തിന്റെ കണക്ക് ചോദിക്കല് പെട്ടിട്ട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഈ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും ആവാത്ത ഞങ്ങൾക്ക് എന്തിനു ഈ സ്ഥലവും വീടൊക്കെ മേടിക്കുന്നു, ആ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതെ, നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിനാ. എനിക്കൊരു നാത്തോനുണ്ട്, ഇനി ഒരു അനിയനുണ്ട് എന്ന് പറയാനൊന്നുമില്ലല്ലോ. ഒറ്റ മോനല്ലേ. ഇവിടെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്കാണ്. വേണ്ടാന്ന് പറഞ്ഞ് മറച്ചു വിറ്റാല് നീ നമ്മ കൊടുക്കണ സ്വർണ്ണത്തിന് വെച്ച് ഇരട്ടി മേടിക്ക. അതെന്താ മനസ്സിലാക്കാത്തത്? നീ എന്നോട് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് എന്റെ സ്വഭാവം മാറ. അവൻ പറഞ്ഞതാ. പക്ഷെ ആ സാരിമാലയില്ലേ, സാരിമാലയും പിന്നെ അതിന്റെ ഇടയിൽ ഒരു മാലയില്ലേ, ആ 2 മാലയും കൂടി എടുത്തിട്ട് വാ. ബാക്കിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആ പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടി കൊണ്ട് കൊടുത്തു വാ. ചെല്ല്. അല്ലോ, എന്താ അപ്പൊ എന്തൊരു തലവേദന എടുക്കണ്. ചോദിച്ചോ. ആ 2 മതി. ഇതിനാണ് അവന് ചോദിച്ചപ്പോ നീ അവിടെ പോയിട്ട് വലിയതാവട്ടെ അലങ്ങിയത് അല്ലേ? നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ മോനെ നാണം കെടുത്ത അതല്ലേ? അവൻ നിക്കാണ്ട് നിക്കണ്. 2 ദിവസം നിക്കാനേ വേണ്ടി പോയിട്ട്. എവിടെ ചായ വെക്ക്. ഞാൻ ചായ വെക്കാം. പക്ഷെ സ്ഥലം വാങ്ങാന് പൈസ തരണില്ലേ? അതെ, 2 മാലയുണ്ട്. അതുകൊണ്ട് പണയം വെക്കാനാ? പണയം വെച്ചോളാം. പണയം വെച്ചിട്ട് അത് നോക്കിക്കോളാം. എല്ലടി, മോള് മോനെ വല്ലതും പറഞ്ഞാ? ഒന്നും പറഞ്ഞൊന്നുമില്ല. മോൻ ചോദിച്ചപ്പോ എന്തൊക്കെയൊക്കെയോ അവള് ഉമ്മാനടുത്ത് ഉപ്പാനോട് ചോദിക്കണം പറഞ്ഞപ്പോ അവനക്ക് ദേഷ്യം പിടിച്ചിരിക്കണം. അപ്പൊ അവൻ 2 ദിവസം നിക്കാൻ പോയ മിണ്ടാണ്ട് അവളെയും കൊണ്ട് വന്നിക്കണം. ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ല. അവള് വേഗം എടുത്തു കൊടുത്തു.
അവർക്കറിയാലോ, അവർക്ക് വേണ്ടി തന്നെയല്ലേ. നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടേ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തില്ലേ, ഇത് വേഗം അതിനെന്താ വേണ്ടത് നോക്കിയോ. എൻ്റെ അക്കൗണ്ടിലത്തെ ബുക്കും പാസ്ബുക്ക് കൊണ്ടുപോകണില്ല, അപ്പോൾ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ആ പൈസയും ഇതും കൂടെ എത്ര വെച്ച് നോക്കിയിട്ട് നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ കഴിച്ചിട്ട് ഞാനൊക്കെ കൂടെ ആളെടുത്ത് കൊടുക്കാം. റേഷൻ്റെ കാര്യം പിന്നെ ഇന്നൊരു ദിവസം പോകേണ്ടി വരും. പൈസ ആദ്യം കൊടുത്തിട്ട് റേഷൻ ചെയ്യാം. എന്നാൽ ഞാൻ പോയിട്ട് തരാം.